നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈമൾട്ടേനിയസ് എ ഡി സി ഓർ ഫ്ലാഷ് ടൈപ്പ് എ ഡി സി. ഇതാണ് എ ഡി സിയുടെ ഫിഗർ. എ ഡി സി മീൻസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ. നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നൽസിനെ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് സിഗ്നൽസിനെ ഡിജിറ്റൽ അല്ലെങ്കിൽ ബൈനറി സിഗ്നൽസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്ന കൺവെർട്ടേഴ്സിനെയാണ് നമ്മൾ എ ഡി സി അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്ന് പറയുന്നത്. ഇനി ഈ അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവെർട്ട് ചെയ്യാൻ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഫ്ലാഷ് ടൈപ്പ് എ ഡി സി ഓർ സൈമൾട്ടേനിയസ് എ ഡി സി. ഈ ഫ്ലാഷ് ടൈപ്പ് എ ഡി സിയിൽ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ്, ഒപ്പാം, ദെൻ എൻകോഡർ. ഈ ഒപ്പാം നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പറേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാനാണ് നമ്മളിവിടെ ഒപ്പാമ്പ് യൂസ് ചെയ്യുന്നത്. സോ ദ മെയിൻ കമ്പോണൻസ് ആർ റെസിസ്റ്റേഴ്സ്, ദെൻ the comparators, then the priority encoder. ഇതിൽ നമ്മൾ നോക്കുന്നത് ഇത് എത്ര റെസിസ്റ്റേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര കമ്പറേറ്റേഴ്സ് വേണം എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ബിറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 2 ബിറ്റ്, 3 ബിറ്റ്, 4 ബിറ്റ് അങ്ങനെ എത്ര ബിറ്റ് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് 3 ബിറ്റാണ്. 3 ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. എൻകോഡറിൻ്റെ ഔട്ട്പുട്ട് ഇതാ ഇവിടെയാണ്. ഈ ഒരു ഇൻപുട്ടിലാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ എൻകോഡറിൻ്റെ ഔട്ടിലാണ്. അപ്പം ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിൽ നമ്മൾ 3 ബിറ്റാണ് ഡിസൈൻ ചെയ്യുന്നത്. 3 ബിറ്റ് ഫ്ലാഷ് ഐ ഡി സി ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ 3 ബിറ്റ് ആണെങ്കിൽ 2n-1 കമ്പറേറ്റേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 2⁻3 8 7 കമ്പറേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 കമ്പറേറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഇനി കമ്പറേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? കമ്പറേറ്റർ എന്ന് പറയുന്നത് 2 ഇൻപുട്ട് കാണും. ആ 2 ഇൻപുട്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് നോക്കി കമ്പയർ ചെയ്ത റിസൾട്ട് നോക്കിയിട്ടായിരിക്കും ഔട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കമ്പറേറ്ററിൻ്റെ 2 ടെർമിനലുണ്ട്. ഒന്ന് ഇൻവെർട്ടിംഗ് ടെർമിനൽ നെഗറ്റീവും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ പോസിറ്റീവും. ഈ 2 ഇൻപുട്ടിലും 2 സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കമ്പയർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണവും നോക്കിയിട്ട് ലാർജസ്റ്റ് ഏതാണെന്ന് നോക്കും. പോസിറ്റീവ് ടെർമിനലാണ് വലുത് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. നെഗറ്റീവ് ടെർമിനലാണ് വലുതെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇങ്ങനെയാണ് കമ്പറേറ്റർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പറേറ്ററിൽ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിരിക്കും. അടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ വി റെഫറൻസ് ആണ് നമ്മൾ റെഫറൻസ് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. The reference voltages are generated by using a simple resistive network. ഈ റെഫറൻസ് വോൾട്ടേജ് എല്ലാ കമ്പറേറ്റേഴ്സിനും ഡിവൈഡ് ചെയ്ത് കിട്ടണം. ഇങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈച്ച് ഹാവിങ് ദ സെയിം വാല്യൂ. എല്ലാത്തിലും R എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂസിന് ചേഞ്ച് ഇല്ല. നമുക്കിവിടെ എല്ലാ റെസിസ്റ്ററിൻ്റെ ഓരോ റെസിസ്റ്റർ കഴിയുമ്പോഴും ഓരോ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും ഓരോ കമ്പറേറ്റേഴ്സിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് വി റെഫറൻസ് കിട്ടുന്നത്. ആ കമ്പറേറ്ററിൻ്റെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിരിക്കും, സെയിം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിരിക്കും. അടുത്ത ഇൻപുട്ട് റെഫറൻസ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് യൂസ് ചെയ്തായിരിക്കും ഈ വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. The V reference is, that means the V reference is divided equally among all the resistors. Why? Because എല്ലാ റെസിസ്റ്റേഴ്സും എന്താണ്? സെയിം വാല്യൂ ആണ്. അപ്പം സെയിം വാല്യൂ ആകുമ്പോൾ സെയിം വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. സോ ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കും. എല്ലാ റെസിസ്റ്റേഴ്സും ഈക്വലി ഡിവൈഡഡ് ആയിരിക്കും. As the analog input voltage exceeds the reference voltage at each comparator, the comparator outputs will sequentially saturate to a high state. നേരത്തെ പറഞ്ഞ കാര്യമാണ്. 2 ഇൻപുട്ടുണ്ട്. ഇതിൽ അനലോഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് വഴി കൊടുക്കുന്ന വോൾട്ടേജ്. എനിക്കിത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് നോക്കുന്നത് പോസിറ്റീവ് ടെർമിനലിൻ്റെ വോൾട്ടേജ്. ദാറ്റ് മീൻസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ് വലുത് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ചെറുതാണ്, റെഫറൻസ് വോൾട്ടേജ് ആണ് വലുതെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും.
ഈ വരുന്ന വോൾട്ടേജ് ഇപ്പോൾ ഇനി ഇതിൽ 0 0 0 0 എപ്പോഴാണോ 1 വരുന്നത് ആ 1 ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് 1 ആണെന്ന് നോക്കിയാൽ ഈ 1 വരുന്നത് ഏതിലാണ് വരുന്നത് 5-ലാണ്. ദാറ്റ് മീൻസ് ഈ 1 ഇവിടെ 1 വരും, ബാക്കി 2 പോയിൻ്റ് 0 ആയിരിക്കും. എപ്പോഴാണോ ഫസ്റ്റ് 1 എന്ന് പറയുന്ന ഇൻപുട്ട് ഈ പ്രയോറിറ്റി എൻകോഡറിൽ എത്തുന്നത് ആ സമയത്ത് ഈ വാല്യൂ ഏതാണോ ആ അനലോഗ് വാല്യൂവിനെ കറസ്പോണ്ടിങ് ഡിജിറ്റലായിട്ട് എൻകോഡ് ചെയ്യും. അതാണ് പ്രയോറിറ്റി എൻകോഡർ. പ്രയോറിറ്റി എൻകോഡ് ചെയ്യുന്നത് ഫസ്റ്റ് MSB വരുന്ന ഫസ്റ്റ് ബിറ്റ് ഏതാണോ ഹൈ വരുന്നത് അതെടുക്കും, ബാക്കിയെല്ലാം എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. ഇതിന് താഴെയും ഹൈ വന്നാലും അതെടുക്കില്ല. ഫസ്റ്റ് ഏതാണോ പ്രയോറിറ്റി ഹൈ വാല്യൂ വരുന്നത് അതായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രയോറിറ്റി എൻകോഡർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഹയസ്റ്റ് ഓർഡർ ആക്റ്റീവ് ഇൻപുട്ട് ഇഗ്നോറിങ് ഓൾ അതർ ആക്റ്റീവ് ഇൻപുട്ട്സ്. ബാക്കി എല്ലാത്തിനും ഇഗ്നോർ ചെയ്തിട്ട് ആദ്യം വരുന്ന ഹയർ ഓർഡറിൽ ഫസ്റ്റ് വരുന്ന ഏതാണോ 1 വരുന്നത് ആ ഒരു ഡാറ്റ എടുത്തായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ വി റെഫറൻസ് ഈസ് +V 8 വോൾട്ട് ആൻഡ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് +5 വോൾട്ട്. അപ്പോൾ കൊടുക്കുന്ന വി റെഫറൻസ് 8 വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്ററിലെല്ലാം ഓരോ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. മൊത്തം എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 8 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 8 റെസിസ്റ്റേഴ്സ് ആണ് ടോട്ടൽ 8 വോൾട്ടേജ് ആണെങ്കിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് 1/8 വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഓരോ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ളത്. 1/8 വോൾട്ടേജ് ഡ്രോപ്പ് മീൻസ് മൊത്തം 8 നിന്ന് 1/8 പോയാൽ ബാക്കി ഈ വോൾട്ടേജ് ഈ റെസിസ്റ്റർ കഴിയുമ്പോൾ ഇവിടെ എത്തുന്ന ഈ പോയിന്റിലെത്തുന്നത് 7/8 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ഇൻപുട്ട് ടെർമിനലിൽ 7/8 × 8 മീൻസ് 7 വോൾട്ട് ആയിരിക്കും ഈ നെഗറ്റീവ് ടെർമിനലിൽ എത്തുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഈ ഒരു റെസിസ്റ്ററിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, 1/8 വീണ്ടും ഡ്രോപ്പ് ഉണ്ടാവും. സോ അവിടെ 6/8 ആയിരിക്കും ബാക്കി വരുന്നത്. സോ 6 വോൾട്ട് ആയിരിക്കും. കറസ്പോണ്ടിങ് ഇവിടെ 5 വോൾട്ട്, ദെൻ 4 വോൾട്ട്, ദെൻ 3 വോൾട്ട്, 2 വോൾട്ട്, ദെൻ 1 വോൾട്ട്. ലാസ്റ്റ് വീണ്ടും ഒരു 1/8 കഴിയുമ്പോൾ ഗ്രൗണ്ടാണ്, 0 ആയി പോകും. അപ്പോൾ ഓരോ വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്റർ അക്രോസ് 1/8 ഡ്രോപ്പ് വെച്ച് കിട്ടും. നമുക്കിവിടെ ഇൻപുട്ട് ടെർമിനലിൽ വി റെഫറൻസിന് കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ 1 2 3 4 5 6 7 എന്ന് പറയുന്ന വോൾട്ടേജ് ഇരിക്കും നെഗറ്റീവ് ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കിട്ടുന്നത്. ഇനി പോസിറ്റീവ് ടെർമിനലെല്ലാം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലെല്ലാം കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെയാണ്. ഏതാണ്? 5 വോൾട്ടാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ വരുന്നത് 5, ഇവിടെ വരുന്ന 7. ഏതാണ് ഹൈ നോക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് ടെർമിനൽ ഹൈ. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് നെക്സ്റ്റ് അടുത്തതിലോട്ട് പോകും. അടുത്തതിലോട്ട് പോകുമ്പോൾ 6 ആയിരിക്കും ഒരു ഇൻപുട്ട്, മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് 5 ആയിരിക്കും. വീണ്ടും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ ഇൻപുട്ട് 5 ആണ്, ഇവിടെ പോസിറ്റീവ് ടെർമിനലിലും 5 ആണ്. രണ്ടും 5 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. പോസിറ്റീവ് ടെർമിനലിൻ്റെ വോൾട്ടേജ് നെഗറ്റീവ് ടെർമിനലിൽ ഒന്നുകിൽ ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം. ആ സമയത്ത് ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. 1 വന്നു കഴിഞ്ഞാൽ ഈ 5 എന്ന് പറയുന്ന അനലോഗ് ഇൻപുട്ടിൻ്റെ വോൾട്ടേജ് ഇവിടെ ഈ 5-ൽ മാത്രം ഹൈ ആവും, ബാക്കിയെല്ലാം 0 ആവും. പ്രയോറിറ്റി എൻകോഡർ ആകുമ്പോൾ ബാക്കി ഇങ്ങോട്ട് നോക്കൂല. ഫസ്റ്റ് ഹയർ ഓർഡർ എപ്പോഴാണോ 1 ആവുന്നത് അത് മാത്രമേ നോക്കുള്ളൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി ബിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. 1 0 1. എൻകോഡർ എൻകോഡ്സ് ഏത് 101, അതായത് അനലോഗ് ഇൻപുട്ട് 5-നെ ബൈനറി ഔട്ട്പുട്ടായിട്ട് എൻകോഡ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് 5 എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജിനെ ബൈനറി ആയ 101 ആയിട്ട് ഫ്ലാഷ് ടൈപ്പ് ADC വഴി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. സിംപ്ലസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷണൽ തിയറി. നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിളാണ്. 2 എക്യുപ്മെൻറ്റ്സ് മാത്രമേ മെയിനായിട്ട് വരുന്നുള്ളൂ. ഒന്ന് പ്രയോറിറ്റി എൻകോഡറും ദെൻ നമ്മുടെ ഒപ്പാമ്പ് കമ്പറേറ്റേഴ്സ്. സിംപ്ലസ്റ്റ് ആണ്, ഫാസ്റ്റ് കൺവേർഷൻ ടൈം, പെട്ടെന്ന് കൺവേർഷൻ ടൈം ഫാസ്റ്റാണ്. ഹയസ്റ്റ് റെസൊല്യൂഷൻ ഈസ് പോസിബിൾ ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ്. ഇപ്പം നമ്മൾ 5.1 5.2 ഒക്കെ വരുമ്പോഴത്തേക്ക് കമ്പറേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞ് അതനുസരിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോ റെസൊല്യൂഷൻ. എന്തുകൊണ്ട് ലോവർ റെസൊല്യൂഷൻ? കമ്പറേറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ കുറവായിരിക്കും. മാത്രമല്ല നമ്മളെ കമ്പറേറ്റേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ 3 ബിറ്റിന് തന്നെ 2n-1 8 എണ്ണം യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ കമ്പറേറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പെൻസീവ് ആയിരിക്കും. ചെറിയ ബിറ്റ് യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഓഫ് കമ്പറേറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. ഫോർ ഈച്ച് അഡീഷണൽ ഔട്ട്പുട്ട് ബിറ്റ് ദ നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ് ഈസ് ഡബിൾഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടറി. അപ്പോൾ സർക്യൂട്ട് കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഇനി ഒരു ബിറ്റ് എന്ന് പറയുന്നത് 4 ബിറ്റാണ്. 4 ബിറ്റ് ആകുമ്പം 2⁻⁴ - 1 ദാറ്റ് ഈസ് 15 കമ്പറേറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്.